റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈസി അറബി ഗ്രാമറിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അസ്മാഉൽ ഹംസ എന്ന് പറയുന്ന 5 ഇസ്മുകളെ കുറിച്ചാണ്. അബുൻ, അഹുൻ, ഹമുൻ, ദു, ഫു എന്നിങ്ങനെ 5 ഇസ്മുകളാണ് അസ്മാഉൽ ഹംസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽഫിയ പോലെയുള്ള ആധികാരികമായ അറബി ഗ്രാമർ ഗ്രന്ഥങ്ങളിൽ അസ്മാഉ സിത്ത എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതിനകത്ത് ഹനുൻ എന്നുള്ള ഒരു പദം കൂടി വരുന്നുണ്ട്. അബുൻ, അഹുൻ, ഹമുൻ, ഹനുൻ, ദൂഫു. പക്ഷെ അവിടെ തന്നെ എന്നുള്ളത് അവിടെ സാധാരണ ഇസ്മ പോലെ അസ്ലിയായ ഇറാബ് ചെയ്യലാണ് നല്ലത് എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഫറയായ ഇറാബിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായതുകൊണ്ട് ഹനുൻ എന്നുള്ളതിനെ ഒഴിവാക്കി അസ്മാഉൽ ഹംസ എന്ന പേരിൽ 5 ഇസ്മുകളായിട്ടാണ് പല നഹ്വിന്റെ കിതാബിലും പരിചയപ്പെടുത്തുന്നത്. ആ നിലക്ക് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കുന്നത് അസ്മാഉൽ ഹംസ എന്ന പേരുള്ള 5 ഇസ്മുകളെ സംബന്ധിച്ചാണ്. ഫറയായ ഇറാബ്, അസ്ലി ഇറാബ് നമ്മൾ നേരത്തെ പഠിച്ചു. സാധാരണഗതിയിൽ അസ്ലിയായ ഇറാബ് ആകുമ്പോൾ ലമ്മത്ത് കൊണ്ട് റഫ്, ഫത്തഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർറ്, അതാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അസ്ലിയായ ഇറാബ്. ഫറഇയ ഇറാബുമ്പോൾ റഫിന്റെ സ്ഥാനത്ത് ലമ്മിന് പകരം വേറെ അടയാളം ഉണ്ടാകും. നസ്ബിന്റെ സ്ഥാനത്ത് ഫത്തഹിന് പകരം വേറെ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ജറിന്റെ സ്ഥാനത്ത് അതുപോലെ കസറത്തിന് പകരം വേറെ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ അസ്മാഉൽ ഹംസ എന്നുള്ളത് ഫുറൂഇയായ ഇറാബ് വരുന്ന ഇസ്മുകളാണ്. എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹംസ അതിന്റെ റഫ് ലമ്മത്ത് കൊണ്ടല്ല, മറിച്ച് റഫ് ബിൽ വാവി, റഫിന്റെ അടയാളം വാവായിരിക്കും. റഫ് ആണെങ്കിൽ വായിരിക്കും. നസ്ബ് ആകുമ്പോഴോ അന്നസ്ബു ബിൽ അലിഫി, നസ്ബ് ആണെങ്കിൽ അലിഫായിരിക്കും അടുത്ത അടയാളം. വൽജറു ബിൽ യായി, ജറാകുമ്പോൾ യാഗുണ്ടായിരിക്കും. ഉദാഹരണം ഞാൻ പറയുന്നു, ജാ അഹൂക്ക, റഅയ്തു അഹാക്ക, സല്ലംതു അലാ അഖീക. ജാ അഹൂക്ക, നിന്റെ സഹോദരൻ വന്നു. റഅയ്തു അഹാക്ക, നിന്റെ സഹോദരൻ ഞാൻ കണ്ടു. സല്ലംതു അലാ അഖീക, നിന്റെ സഹോദരനോട് ഞാൻ സലാം പറഞ്ഞു. ഇവിടെ ജാ എന്നുള്ള ഫീലിന്റെ ഫായിലാണ് അഹൂക്ക. ഫായിൽ റഫാണല്ലോ. അപ്പോൾ അഹൂക്ക എന്നുള്ള റഫിന്റെ അടയാളം അവിടെ വാവാണ്. അഹൂക്ക. റഅയ്തു അഹാക്ക, റഅയ്തു ഞാൻ കണ്ടു. അഹാക്ക, നിന്റെ സഹോദരനെ കണ്ടു. നിന്റെ സഹോദരനെ കണ്ടുമ്പോൾ റഅയ്തു ഫീലും ഫായിലാണ്, അഹാക്ക മഫ്ഊലാണ്. മഫ്ഊലിന്റെ ഇറാബ് നസ്ബാണ്. അപ്പോൾ അഹാക്ക എന്നുള്ള നസ്ബിന്റെ അടയാളം അലിഫാണ്. അലിഫുണ്ട് നസ്ബ്. പിന്നെ സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. ഫീലും ഫായില് അലാ അഖീക, അലാ അർഫു ജാറ്, അഖീക മജ്റൂർ. അപ്പോൾ മജ്റൂർ ആകുമ്പോൾ ഇറാബ് ജറ്, അതിന്റെ അടയാളം ഇവിടെ കസറത്തല്ല അഖീകയ ആണ്. അപ്പോൾ റഫിന്റെ അവസരത്തിൽ വാവും, നസ്ബിന്റെ അവസരത്തിൽ അലിഫും, ജറിന്റെ അവസരത്തിൽ യാവുമായിരിക്കും അസ്മാഉൽ ഹംസയുടെ ഇറാബിന്റെ അടയാളം. അത് ഫുറൂഇയായ ഇറാബിൽ പെട്ടതാണ്. മറ്റു അലാമത്ത് കൊണ്ടാണ് അവിടെ റഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾക്ക് ഇന്ന് വിശദമായി പഠിക്കാനുള്ളത് അൽ അസ്മാഉൽ ഹംസ. അസ്മാഉൽ ഹംസ ഹിയ അഖൂക, അബൂക, ഹമൂക, ഊക, ദു ബിമാന സാഹിബ്, സാഹിബ് എന്ന ഉടയ, ഉള്ള. ദുൽ മാലി, സമ്പത്തുള്ളവൻ. ദുൽ അഖിലി, ബുദ്ധി ഉള്ളവൻ. അവ ഉള്ള എന്ന അർത്ഥത്തിലുള്ള സാഹിബ് എന്ന അർത്ഥത്തിലാണ് ദു ഉപയോഗിക്കുന്നത്. അഹിന്റെ അർത്ഥം നമുക്കറിയാം, അഹ് സഹോദരൻ, അബ് പിതാവ്, ഹമ്, ഹമ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അബു സൗജുൽ മർഅത്തി വഅഖ്രിബാഹു മിൻ അമാമിൻ വ ഇഖ്വാനാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ച് സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിതാവ്, ആ ഭർത്താവിൻ്റെ ഭാഗത്തിലൂടെയുള്ള മറ്റ് ബന്ധുക്കൾ, എളാപ്പ, മൂത്താപ്പ, അതുപോലെ ഭർത്താവിൻ്റെ സഹോദരന്മാർ, ഇവർക്കൊക്കെ മൊത്തത്തിൽ ഹമ് എന്ന് പറയും. എന്നാൽ ഇന്ന് വ്യാപകമായി ഹമ് എന്നുള്ളത് ഭാര്യ പിതാവ് അല്ലെങ്കിൽ ഭർത്തൃപിതാവ്, അമ്മോസൻ എന്ന അർത്ഥത്തിൽ നിന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്തായിരുന്നാലും ബന്ധു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അർത്ഥം പറയാം, ബന്ധു. പിന്നെ ഫു, ഫു പറഞ്ഞാൽ നമുക്കറിയാം വായ എന്നർത്ഥമാണ്, ഫൂക്ക. പിന്നെ ദു അർത്ഥം പറഞ്ഞു സാഹിബ്. ഇങ്ങനെ 5 ഇസ്മുകളാണ് കുറിച്ചാണ് അസ്മാഉൽ ഹംസ എന്ന് അറിയപ്പെടുന്ന ഇസ്മിന്റെ അതിന്റെ പ്രത്യേകതയും അതിന്റെ ഇറാബിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചില ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അബൂക്ക റജുലുൻ കരീമുൻ, നിന്റെ പിതാവ് വളരെ മാന്യനായ പുരുഷനാണ്. അവിടെ അബൂക്ക എന്നുള്ളത് മുബ്തദഉൻ മർഫൂൻ, മുബ്തദയാണ്. ഇറാബ് നമുക്കറിയാം റഫ് ആണല്ലോ.
അലാമത്തു റഫ്ഇഹി അൽ വാവു. അഖൂക എന്നുള്ളത് മുബ്തദഉൻ മർഫൂഉൻ ബിൽ വാവി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ എന്ന് പറയാം. റഫ് കിട്ടാനുള്ള കാരണം റഫ് കിട്ടാനുള്ള കാരണം മുബ്തദയാണ്. തന്റെ അടയാളം ഇവിടെ എന്താണ്? റഫിന്റെ അടയാളം ഇവിടെ വാവാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഉദാഹരണം ഇന്ന അഹാക്ക തിൽമീദുൻ മുഅദ്ദബുൻ, നിന്റെ സഹോദരൻ നല്ല കൾച്ചറുള്ള സംസ്കാരമുള്ള വിദ്യാർത്ഥിയാണ്. അവിടെ ഇന്ന അഹാക്ക, ഇന്ന അർഫും എന്താണ് ഇസ്മിന് നസ്ബും ഖബറിന് റഫും ചെയ്യുന്ന ഹർഫുകളിൽപ്പെട്ടതാണ് ഇന്ന ഹവാത്തുഹ അല്ലെ. അപ്പൊ ഇന്ന അഹാക്ക, അപ്പൊ ഇന്നന്റെ ഇസ്മിന് നസ്ബായിരിക്കണം അല്ലെ. ഇന്നല്ലാഹ ഗഫൂർ അറിയാം, ഇന്നല്ലാഹ ഗഫൂർ, അല്ലാഹ നസ്ബാണ്, ഗഫൂർ ആണ്. ഇന്ന ഇസ്മിന് നസ്ബ അഹാക്ക, അതുകൊണ്ടാണ് അഹ എന്ന് അലിഫ് വായിച്ച അഹു എന്നായി, ഇവിടെ അഹ എന്നായി അല്ലെ. ഇന്ന അബാബക്ക എന്ന് പറയാം അല്ലെ. അപ്പൊ ഇന്ന അഹാക്ക, ഇന്ന തോക്കിയത് അഹാക്ക ഇസ്മു ഇന്ന മൻസൂബും ബിൽ അലിഫി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. അവിടെ ഇസ്മു അന്ന മൻസൂബാണ്, അലാമത്ത് നസ്ബിഹി അൽ അലിഫ്, നസ്ബന്റെ അടയാളം ഇവിടെ എന്താണ്? അലിഫാണ്, കാരണം അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്. മൂന്നാമത് സല്ലംതു അലാ അഖീഖ, സല്ലംതു ഞാൻ സലാം പറഞ്ഞു, അലാ അഖീഖ നിന്റെ സഹോദരന്റെ മേൽ സലാം പറഞ്ഞു. അല അർഫു ജാർ ആണ്, നമുക്കറിയാം. അഖീ എന്നുള്ളത് മജ്റൂർ ആണ്, അതിന്റെ ജറിന്റെ അടയാളം ഇവിടെ യാ ആണ്. ഇസ്മുൻ മജ്റൂറുൻ അലാം ജർഹി അൽ യാഉ. അംസറത്തുൻ ഉഖറ, ഇനി വേറെ ചില ഉദാഹരണങ്ങൾ. ഹലറ അഖൂക മിന സഫരി, നിന്റെ സഹോദരൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു, ഹദറായി. ഹലറ എന്ന ഫിയലാണ്, അഹു എന്ന ഫായിലാണ്, മർഫൂഉൻ ബിൽ വാവി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. അൻത തഹ്തരിമു ഹമാക്ക, നീ നിന്റെ ബന്ധുവിനെ ആദരിക്കുന്നു. തഹ്തരിമു ഫീലും ഫായിലാണ്, തഹ്തരിമുവിലെ ദമീർ ഫായിലാണ്. ഹമാക്ക എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊലിന് ഇറാബ് നസ്ബാണ്. ഹമാക്ക മൻസൂബുൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ അലിഫി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. അസ്നൈതു അലാ ദിൽ ഖുലുഖി, ദീൻ അർത്ഥം പറഞ്ഞ സാഹിബാണ്, ഖുലുഖുള്ള സ്വഭാവമുடைய ആളെ ഞാൻ പ്രശംസിച്ചു പുകഴ്ത്തി. അല അർഫു ജാറാണ്, ദി അല്ലെ, ദി എന്നുള്ളത് മജ്റൂറാണ്, മജ്റൂറുൻ ബിൽ യാഇ ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. അരബ് മാ ഫൗക്കൽ ഖത്തി ഫിൽ അംസിൽ സാബിക. അപ്പോൾ മുകളിലുള്ള ഈ ഉദാഹരണങ്ങളിൽ നമ്മൾ അടി വരട്ട പദങ്ങൾ ഇറാബ് പറഞ്ഞു. അഖൂക ഫായിൽ മർഫൂഉൻ ബിൽ അലിഫി വാവ് ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. ഹമാക മഫ്ഊൽ ബിഹി മൻസൂബുൻ ബിൽ അലിഫി ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. ദി മജ്റൂറുൻ ബിൽ യാഇ ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസ. അപ്പോൾ ഇറാബു അൽ അസ്മാഇൽ ഖംസ, അതിന്റെ കായിക എന്താണ്? എങ്ങനെയാണ് ഇറാബ് അസ്മാഇൽ ഖംസയുടെ ഇറാബ് എന്താണ്? തുർഫഉ ബിൽ വാവി വതുൻസബു ബിൽ അലിഫി വതുജറു ബിൽ യാഇ. അസ്മാഉൽ ഖംസന്റെ ഇറാബ് ഫുറൂഇയ ഇറാബാണ്, അസ്ലിയല്ല. അപ്പോൾ അർറഫു ബിൽ വാവി, വാവ് കൊണ്ട് റഫു ചെയ്യപ്പെടും. വന്നസ്ബു ബിൽ അലിഫി, അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെടും. വൽ ജറു ബിൽ യാഇ, യാ കൊണ്ട് ജറു ചെയ്യപ്പെടും. ഇങ്ങനെയാണ് അസ്മാഉൽ ഖംസയുടെ ഇറാബ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ലാ തുറബ് ഹദൽ ഇറാബ ഇല്ലാ ബിശർത്തൈനി, അസ്മാഉൽ ഖംസക്ക് ഇങ്ങനെ ഫുറൂഇയ ഇറാബ് എന്നാൽ വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറും എല്ലായിടത്തും ഉണ്ടാവില്ല. ഈ ഇസ്മുകൾക്ക് രണ്ട് നിബന്ധനകൾ, രണ്ട് ഷർത്തുകൾ ഒക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇറാബ് ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെ ഷർത്തുകൾ? അവലൻ അൻ തകൂന മുലാഫത്തൻ ഇലാ ഗൈരി യാഇൽ മുതകല്ലിമി, മുതകല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടണം. എന്താ മുതകല്ലിമിന്റെ യാ എന്നാൽ? എൻ്റെ, കിതാബി എൻ്റെ പുസ്തകം അല്ലെ, കലമി എൻ്റെ പേന, സംസാരിക്കുന്ന മുത്തക്കല്ലിം. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന ആ യാ ഉണ്ടല്ലോ, അതാണ് മുത്തക്കല്ലിം യാ. അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് അങ്ങനെ അല്ലല്ലോ അല്ലെ. റബൂക്ക അവിടെ കാ മുത്തല്ലിമല്ല. അഹാക്ക അവിടെ കായാണ്, അഹീക്ക കായാണ്. അതുപോലെ ഇതിൽ ഹുൽക്ക്. അപ്പൊ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ളത് ഒരു നിബന്ധനയാണ്. ചേർക്കപ്പെട്ടാലോ എങ്ങനെ പറയാം നമ്മള്? ജാ അബി, എൻ്റെ വാപ്പ വന്നു. റഅയ്തു അബി, എൻ്റെ വാപ്പയെ ഞാൻ കണ്ടു. സല്ലംതു അലാ അബി, എൻ്റെ പിതാവിനോട് ഞാൻ സലാം പറഞ്ഞു. അബി അബി അബി, റഫാകുമ്പോഴും അബി, നസ്ബാകുമ്പോഴും അബി, ജറാകുമ്പോഴും അബി. അപ്പൊ അവിടെ ഇറാബ് എങ്ങനെ? അവിടെ തഖ്ദീറാണ്, സങ്കല്പിക്കപ്പെടുന്നത്. ജാ അബി, എൻ്റെ വാപ്പ വന്നു. അബി ഫായിലും മർഫൂഉം
ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നാണ് പറയാ. റഅയ്തു അബി, അബി മഫ്ഊലും ബിഹി മൻസൂബും ബിൽ ഫതഹത്തിൽ മുഖദ്ദറ, സല്ലംതു അലാ അബി മജ്റൂറും ബിൽ കസ്റത്തിൽ മുഖദ്ദറ. അപ്പോൾ ഇലാഫത്തിന്റെ മുത്തകല്ലിമിൽ യാലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഈ പറഞ്ഞ അസ്മാഉൽ ഖംസിന്റെ ഫർഇയ ഇറാബ് വാവ് കൊണ്ട് റഫ്ഉം അലിഫ് കൊണ്ട് നസ്ബും കൊണ്ട് ജറും കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവാൻ പാടില്ല. മുത്തകല്ലിമിൽ യാലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന അന്തകൂന മുഫ്രദത്തൻ, മുഫ്രദത്തായിരിക്കണം. പിന്നെ അഖൂക, നിന്റെ സഹോദരൻ ഒരാളാണ്, രണ്ടാളല്ല, ജമ്മല്ല, ഒരാൾ മുഫ്രദായിരിക്കുന്നുള്ളതാണ്. ഈ ലൈസത്ത് ഫീ സൂറത്തുൽ മുസന്നഉൽ ജമ്മി, ഈ പറഞ്ഞ 5 ഇസ്മുകൾ മുസന്നയുടെയോ ജമ്മിന്റെയോ രൂപത്തിലാവാൻ പാടില്ല, ഏകവചനമായിരിക്കണം എന്നർത്ഥം. അപ്പോ ഫലോ ഉലീഫത്തി ഹാദിൽ അസ്മാഉൽ മുത്തകല്ലിമി, ഇനി ഈ നിബന്ധനക്ക് ഭംഗം വന്നാൽ, ഉദാഹരണം മുത്തകല്ലിമിന്റെ യാലേക്ക് ചേർക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? മുത്തകല്ലിമിന്റെ യാഇന്റെ മുമ്പുള്ള അക്ഷരത്തിൽ സങ്കല്പിക്കപ്പെടണം. അബി എന്ന് പറയുമ്പോൾ ബാ ആണ്, അവിടെ കസ്റാണ്, ആ ബായിൽ സങ്കല്പിക്കപ്പെടണം അതിന്റെ ഇറാബ്. അങ്ങനെയാണ് പറയുന്നത്. ഉദാഹരണം പറയുന്നുണ്ട്, അഖീ ഷാബുൻ മുസ്തഖീം, എൻ്റെ സഹോദരൻ നല്ല ഒരു യുവാവാണ്, മുസ്തഖീമായ നല്ല നിലക്ക് നടക്കുന്ന ഒരു യുവാവാണ്, ഷാബാണ്. അപ്പൊ അഖീ, ആ ഹാ സങ്കല്പിക്കുകയാണ്. ശരിക്കും നമ്മളുള്ള വേണ്ട റഫ് അല്ലേ, മുബ്തല്ലേ, മുബ്തദ റഫാണല്ലോ, നമ്മൾ കാണുന്നില്ല, അഖീന വരുന്നത്. അപ്പൊ ഹായിൽ സങ്കല്പിക്കപ്പെടണം അതിന്റെ റഫിനെ. അല്ലാഹു ഇറാബി അഖീ നല്ല മുബ്തദഉൻ മർഫൂൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബ്ല അൽ മുത്തകല്ലിമി, മുത്തകല്ലിമിന്റെ യാന്റെ മുമ്പുള്ള അക്ഷരത്തിൽ അതിന്റെ ഇറാബിനെ സങ്കല്പിക്കപ്പെടണം. ഇന്ന അഖീ ഷാബുൻ മുസ്തഖീം, അതാ ഇന്നന്റെ ഇസ്മാണ് അഖീ, നസ്ബ, പക്ഷെ നസ്ബ റഫായാലും അഖീ മാറുന്നില്ല. ഇസ്മും ഇന്ന മൻസൂബാണ്, അവിടെ അലാമത്തു നസ്ബി അൽ ഫതഹത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബ്ല അൽ മുത്തകല്ലിമി, അവിടെ നമ്മൾ നസ്ബിനെ ഫതഹത്തിനെ സങ്കല്പിക്കപ്പെടണം. പിന്നെ ഇന്ന ലി അഖി മക്കാനത്തൻ, ഇന്ന ലി അഖി, എൻ്റെ സഹോദരനുണ്ട്, മക്കാനത്തൻ സ്ഥാനമുണ്ട്. അവിടെ ലി അഖി, ലി ജറിന്റെ അർഫാണ്, അഖി മജ്റൂറാണ്, അവിടെയും അഖി മാറ്റം വരുന്നില്ല. അപ്പൊ അവിടെയൊക്കെ സങ്കല്പിക്കപ്പെടുന്നു ജറിനെ. ഇസ്മു മജ്റൂർ അലാം ജറിഹൽ കസ്റത്തുൽ മുഖദ്ദറത്തു അലാ മാ ഖബ്ല അൽ മുത്തകല്ലിമി, മുത്തകല്ലിമിന്റെ യാന്റെ മുമ്പുള്ള അക്ഷരത്തിൽ അതിനെ കസ്റത്തിനെ സങ്കല്പിക്കപ്പെടണം. ആ സങ്കല്പിക്കപ്പെട്ട കസ്റത്ത് കൊണ്ടാണ് അവിടുത്തെ ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധനയായ മുത്തകല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ള നിബന്ധനക്ക് ഭംഗം വന്നാൽ അവിടെ ഫുറൂയ ഇറാബ് ഉണ്ടാവില്ല. അസ്ലിയ ഇറാബ് പോലെ തന്നെ അസ്ലിയ ഇറാബ് കാണൂല. ആ ലമ്മത്തിനെയും ഫതഹത്തിനെയും കസ്റത്തിനെയും അവിടെ സങ്കല്പിക്കപ്പെടണം. സങ്കല്പിക്കപ്പെടുന്ന ഫതഹത്ത് കൊണ്ടും കസ്റത്ത് കൊണ്ടും ലമ്മത്ത് കൊണ്ടും ആയിരിക്കും അവിടുത്തെ ഇറാബ് എന്ന് മാത്രം. ഇനി രണ്ടാമത്തെ നിബന്ധനക്ക് ഭംഗം വന്നാലോ? രണ്ടാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞത് അത് മുഫ്രദായിരിക്കണം. ഇനി മുസന്ന ജമ്മ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വലോ ദല്ലത്തല മുസന്ന, ഇനി മുസന്നരം അറിയിക്കപ്പെട്ടാൽ, എന്നാൽ മുസന്നയായി വന്നാൽ വരബത്ത് ഇറാബഹു, മുസന്നന്റെ ഇറാബ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അറഫു ബിൽ അലിഫി അൽ വലദാനി, അന്നസ്ബു വൽ ജർറു ബിൽ യാഇ, റഅയ്തുൽ വലദൈനി സല്ലംതു അലൽ വലദൈനി, അതാണ് ഇറാബ് മുസന്ന. അത് ആ ഇറാബായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. ബിൽ അലിഫ് റഫ്അൻ, റഫ്അൻ അലിഫായിരിക്കണം. അബിൽ യാഇ നസ്ബൻ വജറൻ, നസ്ബുലും ജറും യാഉം ആയിരിക്കണം. ഉദാഹരണം പറയുന്നുണ്ട്, അഖവാക മുഹദ്ദബാനി, എന്റെ 2 സഹോദരന്മാർ, അഖവാക മുസന്നയാണ്, മുഹദ്ദബാനിയാണ്, അവിടെ മുബ്തദയാണ്, മർഫുവാണ്, അലാമത്ത് റഫി അൽ അലിഫു. ഇവിടെ നേരത്തെ പറഞ്ഞ അഖൂക്ക എന്നുള്ള ആ പോയി, ഇവിടെ അതല്ല നോക്കുന്നത്, ഇവിടെ മുസന്നന്റെ ഇറാബിലേക്ക് മാറുന്നു. അപ്പൊ അഖവാക എന്നുള്ളത് മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി ലിഅന്നഹു മുസന്ന എന്ന് പറയാം. നേരത്തെ നമ്മള് അഖൂക പറഞ്ഞത് മർഫൂഉൻ ബിൽ വാവി ലിഅന്നഹു മിൽ അസ്മാഇൽ ഖംസ എന്ന് പറഞ്ഞത്, ഇവിടെ അസ്മാഉൽ ഖംസ അല്ല പറയാ. അഖവാക മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി ലിഅന്നഹു മിനൽ മുസന്ന എന്നാണ് പറയേണ്ടത്. റഅയ്തു അഖവൈക, നിന്റെ 2 സഹോദരന്മാരെ ഞാൻ കണ്ടു.
റഅയ്തു ഫീലും ഫായിലാണ്. അഖവൈക മഫ്ഊലും ബിഹ, മഫ്ഊൽ ഇറാബ് നസ്ബാണ്. അഖവൈക മഫ്ഊലും ബിഹി മൻസൂബുൻ ബിൽ യാഇ ലിഅന്നഹു മുസന്ന. മഫ്ഊലും ബിഹി ആണ്. വലാമത്തു നസ്ബി അൽ യാഉ, നസ്ബിന്റെ അടയാളം അവിടെ യാ ആണ്. സല്ലംതു അലാ അഖവൈക, നിന്റെ രണ്ട് സഹോദരന്മാർക്ക് സലാം പറഞ്ഞു. അല ഹർഫു ജാറാണ്. അഖവൈക മജ്റൂറുൻ ബിൽ യാഇ ലിഅന്നഹു മിനൽ മുസന്ന, മുസന്നയാണ് അവിടെ. അപ്പൊ ഇസ്മു മജ്റൂറുൻ വലാമത്തു ജർരിഹി അൽ യാഉ. അമ്മ ഇദാ ദല്ലത്ത് അലാ ജമ്മിൻ, ഇനി ജമ്മാണെങ്കിലോ അല്ലെ, ജമ്മി ആക്കാലോ, ഇഖ്വത്താവാം, അബ് ആബ ആകാം, അങ്ങനെ വരാലോ. അങ്ങനെ ജമ്മായി വന്നാൽ ജമ്മാക്കുകയാണെങ്കിൽ അവിടെ അസ്ലിയായ ഇറാബ് പോലെ തന്നെ സാദാ ഇറാബ് പോലെയാണ് വരിക. റഫ്ഉ ബിൽ ദമ്മത്തി വന്നസ്ബു ബിൽ ഫത്ഹത്തി അൽ ജർറു ബിൽ കസ്റത്തി എന്ന് പറയുന്ന അസ്ലിയായ അടയാളം തന്നെ ആയിരിക്കും, അസ്ലിയായ ഇറാബ് ആയിരിക്കും. അപ്പൊ ഫുറുആയ ഇറാബ് ആവുകയില്ല. നഹ്വു അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ ഇഖ്വത്തുൻ സഹോദരന്മാരാണ്. ഇഖ്വത്തുൻ ഖബറാണ് മർഫൂഉൻ ബിൽ ദമ്മത്തി. അവിടെ സാധാ അസ്ലിയായ ഇറാബ് തന്നെയാണ്, അവിടെ വേറൊന്നും പറയാനില്ല. ഖബറുൻ മർഫൂ ആണ്. അലാമത്തു റഫ്ഇഹി അൽ-ദമ്മത്തുൽ ലാഹിറത്തു. ഇഖ്വത്തുൻ ഖബറുൻ മർഫൂ ബിൽ ദമ്മത്തുൽ ലാഹിറത്തി എന്നാണ് പറയേണ്ടത്. ഇന്നൽ ആബാ, പിതാക്കന്മാർ, അബു ജമ്മ് ആബാ ആണ്. യഅതിഫൂന അലൽ ഔലാദിഹിം, പിതാക്കന്മാർ അവരുടെ മക്കളോട് കരുണ കാണിക്കുന്നു. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇന്നന്റെ ഇസ്മാണ് ആബാ. ആബാ ഇസ്മു ഇന്ന മൻസൂബുൻ ബിൽ ഫത്ഹത്തുൽ ലാഹിറത്തി, അല്ലെ, അവിടെ ലാഹിറത്തെ ഫത്ഹ തന്നെയാണ് അടയാളം. ഇസ്മു ഇന്ന മൻസൂബാണ്. അലാമത്തു നസ്ബിൽ ഫത്ഹത്തു. അതുപോലെ അമ്മ ലൗ കാനത്ത് ഹാദിൽ അസ്മാഉ ഗൈറ മുലാഫത്തിൻ, ഇനി മുലാഫത്ത ഇല്ല. ഒന്നാമത് നിബന്ധന പറഞ്ഞെന്തായിരിക്കണം, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടണം, അല്ലെ. മുത്തക്കല്ലിമിന്റെ യാലേക്ക് ചേർത്തുള്ള അവസ്ഥ പറഞ്ഞു. ഇനി ഏതിലേക്കും ചേർത്തിട്ടില്ല, കേവലം അബുൻ എന്ന് മാത്രം വന്നു. എന്തായിരിക്കും അവസ്ഥ? ഫി ഹാദിൽ ആലത്തി തുറബു ഇറാബൻ ആദിയൻ, അപ്പോഴും ആദിയായ ഇറാബ് തന്നെയാണ്. കാരണം ഫുറൂയായ ഇറാബായ വാവ് കൊണ്ട് റഫ്ഉം അലിഫും നസ്ബും യാ കൊണ്ട് ജറും കിട്ടണമെങ്കിൽ നിബന്ധന രണ്ടെണ്ണം പറഞ്ഞല്ലോ. ഒന്ന് മുത്തക്കല്ലിം യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടണം, അത് പറഞ്ഞു. പിന്നെ മുഫ്രദായിരിക്കണം. അപ്പൊ ഇനി മുത്തക്കല്ലിം യാലേക്ക് ചേർത്താൽ അവസ്ഥ പറഞ്ഞു. അവിടെ ഇറാബ് തഖ്ദീർ സങ്കല്പിക്കപ്പെടണം. ഇനി മുത്തക്കല്ലിം യാലേക്കും ചേർത്തില്ല, ഏതിലേക്കും ചേർത്തില്ല, കേവലം മുത്തലക്കായി അബുൻ അഹുൻ എന്ന് മാത്രം വന്നാൽ അവിടെയും സാദാ പോലെ അസ്ലിയ ഇറാബ് ഞാൻ വരിക. ലമ്മത്തുൻ റഫ്, ഫത്ഹത്തുൻ നസ്ബ്, കസ്റത്തുൻ ജർറ്. ഉദാഹരണം നോക്കൂ, അൽ അറബി അഹുൻ ലിൽ അറബി, ഒരു അറബി മറ്റു അറബി ഒരു സഹോദരനാണ്. അൽ അറബി മുബ്തദഉൻ അഹുൻ, ഇറാബ് റഫാവായിരുന്നു, ലമ്മുണ്ടായിരുന്നു, റഫ് ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ? അഹുൻ ഖബറുൻ മർഫൂൻ ബിൽ ദമ്മത്തുൽ ലാഹിറ, ലാഹിറത്ത ലമ്മത്താണ് അവിടുത്തെ അടയാളം. ഖബർ മർഫൂ അലാമത്തു റഫി അൽ ദമ്മത്തു. മാസാലൽ അറബി, അറബി ആയിക്കൊണ്ടേയിരുന്നു, അല്ലെ. കാന അഖ്വാത്തപ്പെട്ടതാണ്. ഏത്? മാസാല. കാനല്ലാഹു ഗഫൂറൻ എന്നാ പറയാ. കാനന്റെ ഇസ്മിന് റഫും ഖബറിന് നസ്ബു. ഇന്നറബിന് ഓപ്പോസിറ്റ് ഇന്നല്ലാഹ ഗഫൂറുൻ, കാനല്ലാഹു ഗഫൂറൻ എന്നാണ് പറയേണ്ടത്. കാന അഖ്വാത്തിന്റെ ഇസ്മിന് നസ്ബാണ്. ഇപ്പൊ മാസാലൽ അറബി, അറബി ഇസ്മിന് നസ്ബ്, ഖബറിന് ഇസ്മിന് റഫ്, ഖബർ നസ്ബ്. അപ്പൊ മാസാലൽ അറബി, അറബിയാണ് അവിടുത്തെ മാസാലിന്റെ ഇസ്മിന് ഖബറാണ്. അഖൻ ലിൽ അറബി, അഖൻ ലിൽ അറബി. അഖൻ എന്ന് പറയുമ്പോൾ അവിടെ ലാഫത്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇറാബ് അസ്ലിയ ഇറാബ് തന്നെയാണ്. മൻസൂബ് ബിൽ ഫത്ഹത്താണ്. ഖബറു മാസാല വ അലാമത്തു നസ്ബി അൽ ഫത്ഹത്തു, നസ്ബിന്റെ അടയാളം അവിടെ ഫത്ഹത്താണ്. അസ്നൈതു അലാ അഖിൻ യഹ്തരിമു ജാറഹു, അസ്നൈതു ഞാൻ പുകഴ്ത്തി, അലാ അഖിൻ ഒരു സഹോദരനെ, യഹ്തരിമു ജാറഹു തന്റെ അയൽവാസിയെ ആദരിക്കുന്ന ഒരു തന്റെ സഹോദരനെ പുകഴ്ത്തി. അപ്പൊ അലാ അഖിൻ, അലാ ഹർഫു ജാർ, അഖിൻ മജ്റൂർ. അവിടെ മുലാഫത്ത് ഇലാഫത്തില്ല, കേവലം അഖ് വന്നപ്പോ അവിടെ അസ്ലിയ ഇറാബാണ്. അഖിൻ മജ്റൂറുൻ ബിൽ കസ്റത്തുൽ ലാഹിറത്തി, ഇസ്മു മജ്റൂർ ആണ്. അലാമത്തു ജരിയ കസ്റത്തു, കസ്റത്താണ് അവിടുത്തെ അടയാളം. ഇതാണ് അസ്മാഉൽ ഖംസ. അതിന്റെ ഖായിദ നോക്കാം. അൽ അസ്മാഉൽ ഖംസ, അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാൽ യ അബുൻ അഖുൻ ഹമുൻ ഫു ദു, ഇതാണ് 5 ഇസ്മുകൾ. അൽ അസ്മാഉൽ ഖംസ തുർഫഉ ബിൽ വാവി, വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വതുൻസബു ബിൽ അലിഫി, അലിഫ് കൊണ്ട്
നസ്ബ് ചെയ്യപ്പെടും. തുജറുബിൽ യായി യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. വയുസ്തറത്ത് ഫി ഇറാബി ഹാദൽ ഇറാബ് ഈ ഇറാബ് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫറഇയായ ഇറാബ് വരുമ്പോൾ അതിന് നിബന്ധനയാണ് അന്തകൂന മുലാഫത്തൻ യാ മുത്തകല്ലിമി മുത്തകല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടൽ ഷർത്താണ്. ആ ഷർത്ത് ഉണ്ടെങ്കിലേ അത് എന്താവുകയുള്ളൂ, ഫറൂയായ ഇറാബ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മുസന്ന ജമ്മ ആവാനും പാടില്ല. ഇതാണ് അസ്മാഉൽ ഖംസയെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. 5 ഇസ്മുകൾ അബുൻ, അഹുൻ, ഹമുൻ, ദു, ഫു. ഇറാബ് ജാ അഖൂക, റഅയ്തു അഖാക, സല്ലംതു അലാ അഖീക, അർറഫ്ഉ ബിൽ വാവി വന്നസ്ബു ബിൽ അലിഫി വൽ ജർറു ബിൽ യാഇ. അതിന് ഈ നിബന്ധന, ഈ ഇറാബ് ഉണ്ടാവുന്ന നിബന്ധനയാണ് മുത്തകല്ലിമിൻ യാ അല്ലാത്തതിലേക്ക് ചേർക്കപ്പെടണം. മുത്തകല്ലിമിൻ യാലേക്ക് ചേർക്കപ്പെട്ടാൽ അവിടെ ഇറാബ് സങ്കല്പത്തിലായിരിക്കും. മുത്തകല്ലിമിൻ ഒന്നിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലോ അവിടെ സാധാ ഫറഇയായ അസ്ലിയായ ഇറാബ് പോലെ ആയിരിക്കും. അതുപോലെ മുഫ്രദ് ആയിരിക്കണം. മുസന്ന ജമ്മ ആവാൻ പാടില്ല. മുസന്ന ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മുസന്നയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇറാബ് മുസന്ന ഇറാബായിട്ട് മാറുന്നു. അൽഫ് ബിൽ അലിഫി, അർറഫ് ബിൽ അലിഫി വന്നസ്ബ് വൽ ജർറു ബിൽ യായി അതിലേക്ക് മാറുന്നു. ജമ്മ ആകുമ്പോഴും അത് സാധാ അസ്ലിയായ ഇറാബ് പോലെ അർറഫ് ബിൽ ദമ്മത്തി വന്നസ്ബു ബിൽ കസ്റത്തി വന്നസ്ബു ബിൽ ഫതഹത്തി വൽ ജർറു ബിൽ കസ്റത്തി ഈ രൂപത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതാണ് അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് വരാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.